ആദി, താൻ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ പൂജ. ആമി ചേച്ചി പറഞ്ഞൊക്കെ താനും കേട്ടല്ലേ? അല്ലടോ, താൻ പോയ പിന്നെ ഞാൻ എന്തു ചെയ്യും? ഞാൻ പറയുന്നത് സ്വാർത്ഥതയെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരുപാട് തവണ മരിക്കാൻ പോയ എന്നെ താൻ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാന്ന വാഗ്ദാനത്തിലായിരുന്നു. എന്നിട്ടിപ്പോ താൻ ഇവിടുന്ന് പോയാ എനിക്കെന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരിക. ഞാനിവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അങ്ങനെ ഞാനും എന്റെ കുഞ്ഞും ഇല്ലാതാവാനായിരുന്നെങ്കിൽ ഈ കഥ ഇത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അന്ന് ആ റെയിൽവേ പാളത്തിൽ തന്നെ ഞാൻ അവസാനിക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആ ഹൈ റേഞ്ചിലെ ആ കുന്നില്. എന്തിനായിരുന്നു താൻ എനിക്ക് പരോള് നീട്ടിത്തന്നത്? ഇങ്ങനെ വഴിയിൽ ഉപേക്ഷ പോകാനായിരുന്നെങ്കിൽ എന്തിനാ വെറുതെ എനിക്ക് പ്രതീക്ഷ തന്നത്? പൂജ, ഞാൻ തനിക്ക് പറയാൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. താൻ പറയുന്നൊക്കെ ന്യായമാണ് താനും. പക്ഷെ എന്റെ ഗതികേട് എനിക്ക് വേണ്ടി താൻ ജീവിതം നശിപ്പിക്കണമെന്നല്ല. താനൊരു നല്ല നിലയിലെത്തിക്കാണാൻ തന്നെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ക്ഷണിക്കാതെ വന്നൊരു അതിഥി എന്റെ വയറ്റിലില്ലേ? അമ്മ തന്നെ പുറം ലോകം കാണിക്കുന്ന സ്വപ്നത്തില് അത് ജീവിക്കല്ലേ? പൂജ, ഞാൻ എങ്ങനെയാണോ അതിനെ ചതിക്കുന്നെ? പറ, ഞാൻ എന്താ വേണ്ടത്? പൂജ, ഞാനിവിടെ നിന്ന മുത്തശ്ശി നമ്മുടെ കല്യാണം നടത്തും. ഞാൻ പോയാ തന്റെ കാര്യം കഷ്ടത്തിലോ? ഞാൻ എന്താണോ വേണ്ടത്? ഓ, എന്നാ പറയാനാ സാറേ, കഷ്ടകാലം അല്ലാതെ എന്നാ. അന്ന് ആന കുത്തിയതിൽ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ബാത്റൂമിൽ പോയപ്പോ ഒന്ന് തെന്നി വീഴുകയും കൂടെ ചെയ്തു. എന്തേ ഇപ്പൊ ഇവിടെ കുത്തിപ്പിടിച്ച് ഒരേ നിപ്പ. വേറെ എന്നാ ചെയ്യാനാ? ഈ ലൂയിസായിട്ട് പിണങ്ങി പിരിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ സാറേ, പുറത്തിറങ്ങിയിട്ട് വേണ്ട ഒന്ന് കാണാൻ. അപ്പോ നമ്പടി കാണാൻ അയാൾ ഇങ്ങോട്ട് വന്നില്ലേ? ഓ, അതൊക്കെ ഒരു കണക്കാ സാറേ. അയാൾക്കവിടെ 100 കൂട്ടം കാര്യങ്ങളില്ലയോ? അതിനിടയിൽ നമ്മളെ പോലെയുള്ളവരെ കാണാൻ എവിടെയാ നേരം? അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോഴും പിണക്കത്തിലല്ലേ? ഞങ്ങള് തമ്മിലുള്ള ഇണക്കവും പിണക്കവും ഒക്കെ അങ്ങനെ കിടക്കും. അയ്യോ അല്ല, സാറ് വന്ന കാര്യം എന്തുവാ അത് പറ. ഈ സെബാന്റെയും ഷാനുവിന്റെ മരണത്തെ കുറിച്ച് നമ്പടിക്ക് എന്തെങ്കിലും അറിയാമോ? ആ, അറിയാം. ഫുൾ ഡീറ്റെയിൽസും എനിക്കറിയാം. ഞാനും അച്ചായനും കൂടി അല്ലയോ ഹോസ്പിറ്റലിൽ പോയതും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് ബോഡി ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ അടക്കിയതുമല്ല. അതല്ല ചോദിച്ചത്. ആ മരണത്തെ പറ്റി തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന്? ഓ, എന്നാ സംശയം? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാനും വായിച്ചു കേട്ടതല്ലേ. പിള്ളേര് രാത്രി വണ്ടി ഓടിച്ചപ്പോ ഉറങ്ങിപ്പോയതാ. പാണ്ടിലോറി അടിച്ചു കയറിയത്. സഹിക്കത്തില്ല സാറേ. പീസായി പോയില്ലയോ? ബോഡി എന്നൊക്കെ ഞാനൊരു അലങ്കാരത്തിന് പറഞ്ഞതാ. കൊട്ടയിൽ തൂത്തുവാരിയല്ലയോ കൊണ്ടുവന്നത്. വിധി അല്ലാതെ എന്തുവാ? ഈ സെബൻ പഠിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണോ? ആ, പഠിച്ചെന്ന് പറയുമ്പോ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ അവന്റെ അപ്പനും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതേ. പിന്നെ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും ഒക്കെ ആയി അവനങ്ങ് അടിച്ചു പൊളിച്ചു. അങ്ങനെ പൊളിച്ചതുകൊണ്ടല്ലേ സാറേ പാതി രാത്രി വഴിയിൽ ചിതറി പീസ് ഓർക്കാൻ കൂടി വയ്യ. മര്യാദയ്ക്ക് വീട്ടിലെങ്ങാനും ഇരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു. കാശിന്റെ നെകളിപ്പ് അല്ലാതെ എന്തുവാ? പിന്നെ ആ കൂട്ടത്തില് ചത്ത ചെറുക്കൻ കടപ്പുറത്ത് എങ്ങാണ്ടുള്ള ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നു. അവന്റെ വീട്ടുകാർക്ക് പോയി, അത്ര തന്നെ. അപ്പോ അതൊരു ആക്സിഡന്റ് ആണെന്ന് നമ്മടിക്ക് 100% ഉറപ്പല്ലേ? പിന്നെ ഉറപ്പല്ലേ?
ഒയ്യോ സാറേ, അമ്മാതിരി പറപ്പിക്കില്ലല്ലോ അവന്മാര് പറപ്പിച്ചോണ്ടിരുന്നേ. സാറവന്റെ വണ്ടി ഓടിക്കൽ കണ്ടിട്ടില്ലല്ലോ. ഓ, നിലത്തൂടെ ഒന്നുമല്ല അവന്മാര് പോയിക്കൊണ്ടിരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്നത് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പൊ ശരി, കാണാം. ഓ, ആ പിന്നെ ഓ, ആ ഒരു കാര്യം കൂടെ. നമ്പടിക്ക് അറിയാത്തയാണോ അതോ പറയാൻ മറന്നുപോയെന്ന് എനിക്കറിയില്ല. എന്നാ സാറേ? ആക്സിഡന്റ് നടക്കുമ്പോ വണ്ടി ഓടിച്ചത് സെബാൻ അല്ല, ഷാനു ആയിരുന്നു. അപ്പൊ ഈ ഷാനുവും നിലത്തൂടി ആയിരിക്കില്ലല്ലേ വണ്ടി ഓടിക്കുന്നേ? അറിയില്ല സാർ. ആ, അറിയാവുന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുത്തൂടെ? ഇനി എന്തിനാ ചതിയനെ സഹായിക്കുന്നേ? അല്ല, നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? എന്റെ ശരീരം നോക്കാനുള്ള ജോലി മാത്രമേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഭാരിച്ച കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ട കേട്ടോ. എന്റെ കൊച്ചിന്റെ അച്ഛൻ അകത്തു പോയി അഴി എണ്ണുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞതാ. ബോധിച്ചില്ലെങ്കിലേ ഞാനിങ്ങി തിരിച്ചെടുത്തേക്കുന്നു. മുത്തശ്ശി, എന്താടാ? ഞാൻ ഡൽഹിക്ക് പോണില്ല. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അവളെ ഉപേക്ഷിച്ച് നീ എങ്ങും പോവില്ലെന്ന്. എന്തിനാ മോനെ അവസാന നിമിഷം നിന്റെ മനസ്സ് ഇങ്ങനെ ചാഞ്ചാടുന്നേ? അവളില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ? പലരും പല അഭിപ്രായങ്ങളും പറയും. പക്ഷേ നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഇല്ല മുത്തശ്ശി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഞാനിനി എങ്ങോട്ടും പോണില്ല. അതുമാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ആ കൊച്ചിനെ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ നിർത്തും? നാട്ടുകാരുടെ കാര്യം വിട്ടേക്ക്. പക്ഷെ അതിന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? അവൾ എത്ര കാലം വേണേലും ഇവിടെ താമസിച്ചോട്ടെ. അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എന്റെ സ്വന്തം കുഞ്ഞായിട്ട് ഞാൻ അവളെ നോക്കും. പക്ഷെ നിങ്ങൾ ഒന്നിച്ചത് അതിനുവേണ്ടിയല്ലല്ലോ. നീ അവളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിയേ പറ്റൂ. മുത്തശ്ശി, അതല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലേ? ഓഹോ, അത് ശരി. അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? പട്ടണത്തിൽ അങ്ങനെ ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കാതെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന ഏർപ്പാട്. പക്ഷെ മോനെ, ഇവിടെ അത് പറ്റില്ല. ഞാൻ അത്രയ്ക്ക് വലിയ പരിഷ്കാരിയൊന്നുമല്ല. അയ്യോ മുത്തശ്ശി, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നീ എന്തുദ്ദേശിച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഡൽഹിക്ക് പോകാതെ ഇവിടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. എന്താടാ, കല്യാണം നടത്തണ്ടേ? നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കണം. എന്താടാ, സമ്മതമാണോ? വാ.